നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് സജീവമായി പുരോഗമിക്കുകയാണ്. പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മുൻ MLA-യും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ പി. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ തന്റെ വോട്ട് രേഖപ്പെടുത്തി. പടിഞ്ഞാറ്റിൻകരയിലുള്ള മന്നം മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് ഐഷ പോറ്റി വോട്ട് ചെയ്യാനെത്തിയത്. രാവിലെ കൃത്യം 9:15ഓടെയാണ് ഐഷ പോറ്റി തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ക്യൂ കണ്ടിട്ട് ജനങ്ങൾ നല്ലപോലെ അവരുടെ ജനാധിപത്യ അവകാശം ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബാലഗോപാൽ പറഞ്ഞത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഉണ്ട് മണ്ഡലത്തിൽ, അതാണ് ഈ നീണ്ട നിരയുടെ കാരണമെന്നുള്ളത് രാവിലെ. അത് അദ്ദേഹം പറയുന്നല്ലേ, ഒരു വലിയ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രയും നീണ്ട ഒരു ക്യൂ രാവിലെ തന്നെ വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. 2.5 മണിക്കൂർ പോളിംഗ് കഴിഞ്ഞു. അപ്പോൾ ബൂത്തുകളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് വെച്ചിട്ട് എന്താണ്? തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും സംശയമില്ല അതിന്. തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസം. ജനങ്ങൾക്ക് എന്നെ അറിയാം, ഞാൻ എന്നും അവരുടെ കൂടെയുള്ള ആളാണ്. ഞാൻ ഇവിടുത്തുകാരിയാണ്. ഓടി എല്ലാവരും വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്കറിയാം ആര് ജയിച്ചു വരണമെന്ന്. അതാണ് അവിടെ പ്രതിഫലിക്കുന്നത്, അതാണ് ഞാൻ കാണുന്നത്.